നമസ്കാരം, സൈക്കോപാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അതിനോട് പുതിയ IDE എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കപ്പം പഴയ IDEയിൽ നിന്നും പുതിയതിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക, അതിനുശേഷം ജസ്റ്റ് Arduino എന്ന് സെർച്ച് ചെയ്യുക. Arduino എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്താ, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകും. അവരുടെ ഹോമിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിൽ പോകണം. ഈ സോഫ്റ്റ്വെയറിൽ പോയതിന് ശേഷം നമ്മൾ എന്താ തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ കണ്ടോ Arduino 2.0 കിടപ്പുണ്ട്. ഇത് വിൻഡോസ് 10 ഇൻസ്റ്റാളറായിട്ടേ വന്നിട്ടുള്ളൂ, അല്ല വിൻഡോസ് ആപ്പിൽ ഇത് റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇത് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് കോൺട്രിബ്യൂട്ട് കൊടുത്താൽ മതി, ഡൗൺലോഡ് കൊടുത്താൽ മതി, കോൺട്രിബ്യൂട്ട് കൊടുക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഴയ വെർഷൻ വേണമെങ്കിൽ താഴത്തേക്ക് പോയാൽ മതി. ഇത് സ്റ്റോറിൽ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഇതിനി നോർമൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലുള്ള പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോകുക, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്, Arduino IDE ഉണ്ട്. അപ്പോൾ Arduino IDE എടുത്ത് നമ്മൾ എഗ്രി കൊടുക്കുക. നിങ്ങൾക്ക് ഒരു യൂസർ മാത്രം മതിയോ, എല്ലാ യൂസറിൽ വേണോ അത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് ടെസ്റ്റ് കൊടുക്കുക. പിന്നെ ഇൻസ്റ്റാൾ നമ്മുടെ ഈ ഫയൽ ഇതിലിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഇൻസ്റ്റാൾ ഞെക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവും. അത് കഴിഞ്ഞ് നോർമലി നമ്മൾ Arduino IDE ഇൻസ്റ്റാൾ ആവുന്ന പോലെ തന്നെ കുറച്ച് പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരും. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് IDE ഒന്ന് എടുത്ത് നോക്കാം, പരിശോധിക്കാം. അപ്പോൾ Arduino IDE ആണിത്, ജസ്റ്റ് പുതിയ വേർഷനാണ് ഇത്. ഞാൻ ജസ്റ്റ് എടുക്കുന്നു. നമുക്ക് പഴയത് കളയേണ്ട ആവശ്യമില്ല പുതിയത് എടുക്കാനായിട്ട്. പുതിയതിൽ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്തൊരു കോഡാണ്, എക്സാമ്പിൾ എടുക്കാം. ബേസിക്സിൽ നമുക്ക് ബ്ലിങ്ക് കോഡ് എടുക്കാം. നോർമലി സാധാരണ Arduino IDEയിൽ തന്നെ ഉള്ള പരിപാടികളാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വേർഷൻ. ഓക്കെ, അപ്പോൾ പുതിയ വെർഷനിലും ഞാൻ ജസ്റ്റ് പഴയ വെർഷൻ കൂടെ എടുത്ത് സൈഡിലേക്ക് ഇടാം. നമുക്ക് ഇനി ഒന്ന് നോക്കണമെങ്കിലും ജസ്റ്റ് Arduino, ഇതെൻ്റെ ഓൾഡ് വെർഷൻ Arduino ആണ്. അപ്പോൾ രണ്ട് വെർഷൻ ഞാൻ ജസ്റ്റ് എടുത്തിടുവാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ടുണ്ട്, ഇതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാനായിട്ടാണ്. ഇപ്പം ഞാൻ ഫയൽ ഇതിലും അതേ സെയിം കോഡ് തന്നെ ഇടാം. ബേസിക് ആയിട്ട് ബ്ലിങ്ക് കൊടുത്തു, മറ്റേത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇത് വിൻഡോ ബൈ വിൻഡോ ഇങ്ങനെ ഇടാം. ഓക്കെ, ഒന്നാമത് വന്ന മാറ്റം എന്നാന്ന് വെച്ചാൽ ഡാർക്ക് മോഡ് വന്നു എന്നുള്ളതാണ്. ഡാർക്ക് മോഡ് വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു കണ്ണിന് കുറച്ചൊരു പ്രൊട്ടക്ഷൻ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡെവലപ്പർ എന്നൊരു ഫീലൊക്കെ കിട്ടും. അപ്പോൾ ഒന്നാമത് വന്ന വ്യത്യാസം അതാണ്. പിന്നെ ഈ നോക്കിക്കഴിയുവാണെങ്കിൽ ഇവിടെ ബട്ടൺസിലും ബാക്കി കാര്യങ്ങളിലും ഒക്കെ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ടൂൾസും ബാക്കി സംഭവങ്ങളൊക്കെ ഏകദേശം അതുപോലെ തന്നെ. നമുക്ക് പഴയത് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് പുതിയതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കണ്ട ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൽ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. പലപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ Arduino IDEയിലല്ല നോർമലി ആർക്കെങ്കിലും പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ VS കോഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ VS കോഡ് ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ ഒരു ഹെൽപ്പ് പോലെ പല കാര്യങ്ങളും നമുക്ക് സപ്പോർട്ടീവായിട്ട് വരും. ഇതിൽ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ പോലും ഒരുവിധമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കാണിക്കുകയാണെങ്കിൽ എനിക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് സീരിയൽ ഡോട്ട്, കണ്ടോ, സീരിയൽ ഡോട്ട് ഇടുമ്പോൾ തന്നെ അതിൽ ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള എല്ലാ ഫങ്ഷൻസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, അതൊരു വലിയ കാര്യമല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ് ഉണ്ട്, റീഡ് ഉണ്ട്, അപ്പോൾ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഇനിയിപ്പം സീരിയൽ ഡോട്ട് ബിഗിൻ ഞാൻ കൊടുക്കുവാണ്. അതിൻ്റെ ഉള്ളിൽ 9600 കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഇത് കൊടുത്തു നമ്മൾ. എന്നിട്ട് ഇവിടെ ഞാനൊന്ന് മൗസ് പോയിന്റർ കൊണ്ടുവെക്കുവാണ്. കണ്ടോ, ഓക്കെ, മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവെക്കുവാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനെ പറ്റി, ആ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതൊക്കെയാണ്, അത് ഏത് ഇതാണ്, പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ, അതൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ LED ബിൽറ്റിൻ ഞെക്കുമ്പോൾ കണ്ടോ, ഹാഷ് ഡിഫൈൻ LED ബിൽറ്റിൻ 13 കണ്ടോ, മാക്രോ ഡെഫിനേഷൻ ആണത്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഹാഷ് ഡിഫൈൻ ഔട്ട്പുട്ട് 0x കണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയാൻ പറ്റും. ഈ ഔട്ട്പുട്ടിന് വരെ നമ്മൾ 0x കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇൻപുട്ട് അറിയണമെന്നെങ്കിൽ ഒന്നും നോക്കണ്ട, ഇൻപുട്ട് അടിക്കുക. ഇൻപുട്ട് അടിച്ചിട്ട് ജസ്റ്റ് ഇവിടെ വെച്ചാൽ മതി. കണ്ടോ, 000. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ ഒരു പുതിയ അറിവാണ്. നമുക്കത് കിട്ടിയത് എങ്ങനെ, നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട്. ഇപ്പം ഡിജിറ്റൽ റൈറ്റിൻ്റെ സംഭവം ഒന്നും നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ മൗസ് പോയിന്റർ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഡിജിറ്റൽ റൈറ്റ്
യൂണിറ്റ് 8 പിന്നെ യൂണിറ്റ് 8 വാല്യൂ കണ്ടോ. അപ്പോൾ അത് ഡാറ്റ ടൈപ്പാണ്. ഡാറ്റ ടൈപ്പിനെ പറ്റി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഇതാണ് കണ്ടോ. നമ്മൾ നേരത്തെ പോയതുപോലെ ഡിലേ അൺസിനെ പിന്നെ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കോഡിനെ സിമ്പിളായിട്ട് ഇതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. രണ്ടാമതെന്ന് പറഞ്ഞാൽ നോർമൽ പോലെ തന്നെ വെരിഫൈ ചെയ്യാനായിട്ട് ഇവിടെ ഞെക്കിയാൽ മതി, വെരിഫൈ ആവും. ഓക്കെ, വെരിഫൈ ആവും. ഇനിയിപ്പം കോഡ് അപ്ലോഡ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു Arduino ബോർഡ് ഞാൻ ജസ്റ്റ് പ്ലഗ് ചെയ്തു. ഓക്കെ, പ്ലഗ് ചെയ്തു. അപ്പോൾ ഞാൻ ബോർഡ് നിങ്ങളെ കാണിക്കുന്നില്ല, കാര്യം നമ്മളിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണല്ലോ. ജസ്റ്റ് പ്ലഗ് ചെയ്തു. പ്ലഗ് ചെയ്തതിന് ശേഷം നമ്മൾ ടൂൾസിൽ പോയിട്ട് ഇതാ ബോർഡ് നമുക്ക് Arduinoയുടെ ബോർഡ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. പോർട്ട് നമുക്ക് COM11 ആണ്, അത് കൊടുക്കുക. അല്ലാണ്ട് ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ എന്താ COM11 ഉണ്ട്, പക്ഷേ ചില സമയത്ത് ഇതിപ്പോൾ ടിക്ക് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ട്രൈ ചെയ്തപ്പോൾ ടിക്ക് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ COM11 ഞാൻ ഇവിടെ നിന്ന് എനിക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലോഡ് കൊടുത്താൽ കോഡ് അതിൻ്റെ ഉള്ളിലേക്ക് ആവും. കണ്ടോ, ഡൺ കമ്പൈലിംഗ്, ഡൺ അപ്ലോഡിങ്. ഓക്കെ, ഇനിയിപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ സീരിയൽ പ്ലോട്ടർ ആണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്നത്. മറ്റേ Arduinoയിൽ ഉണ്ടായിരുന്നു, നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇത് കുറച്ചുകൂടി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് സീരിയൽ മോണിറ്റർ. ഓക്കെ, സീരിയൽ മോണിറ്റർ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാം, സീരിയൽ ഡോട്ട് പ്രിന്റ് LN, അതിൻ്റെ ഉള്ളിൽ എന്താ LED ഓൺ എന്നൊരു മെസ്സേജ് കൊടുക്കാം. എന്നിട്ട് തൊട്ട് താഴത്ത് നമുക്ക് അടുത്ത മെസ്സേജ് കൊടുക്കുക, LED ഓഫ് ആവാനുള്ളത്. ഡോട്ട് പ്രിന്റ് LN ൻ്റെ ഉള്ളിൽ LED ഓഫ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് അപ്ലോഡ് ചെയ്യാം. കാര്യമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് നോക്കുന്നു, എന്നിട്ട് സീരിയൽ മോണിറ്റർ എടുക്കുന്നു. അപ്പോൾ സീരിയൽ മോണിറ്റർ എടുത്ത് കഴിയാൻ നേരത്ത് നമുക്ക് ബോർഡ് റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ, LED ഓൺ LED ഓഫ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഓട്ടോ സ്ക്രോള് നമുക്ക് വേണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ സ്ക്രോൾ ആവും. പിന്നെ ടൈം സ്റ്റാമ്പാണ്, ഇത് വേണോ വേണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് നോർമലി ഉള്ളത് തന്നെയാണ്. ഇവിടെ ന്യൂ ലൈൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ബോർഡ് റേറ്റ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റും. അതൊക്കെ നേരത്തെ പോലെ തന്നെ. ഇനി സീരിയൽ പ്ലോട്ടർ നമുക്കൊന്ന് എടുത്ത് നോക്കി, ഇതിൽ എന്തെങ്കിലും കാണുമോ എന്ന് നമുക്ക് കൃത്യമായിട്ടറിയില്ല, കാര്യം ഞാനിതിൽ നോക്കിയിട്ടില്ല വലിയ കാര്യമായിട്ട്. ഓക്കെ, സീരിയൽ പ്ലോട്ടർ നമുക്ക് വാല്യൂ ഗ്രാഫ് പോലെ വരയ്ക്കാനായിട്ടാണ്. അപ്പോൾ അതിൽ എന്താ നമുക്ക് വലുതായിട്ടൊന്നും വരുന്നില്ല, ബിക്കോസ് നമ്മൾ നമ്പേഴ്സ് അല്ലല്ലോ, ജസ്റ്റ് മെസ്സേജ് അല്ലേ കൊടുത്തത്, അതുകൊണ്ടാവാം. ഓക്കെ, അതൊരു വാല്യൂ ഇങ്ങനെ മാറുവാണെങ്കിൽ ഇത് പ്ലോട്ട് ചെയ്ത് കാണിക്കും, നമുക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ IDEയുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇനി ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡീബഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ Arduino UNO ഡീബഗ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ആ ഒരു സംഗതി എനേബിൾ ആവാത്തത്. അപ്പോൾ ഡീബഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ എന്താണ് എറർ, എന്താണ് ശരിക്കുള്ള പ്രശ്നമെന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ബോർഡും പോർട്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് കുറച്ച് കോഡ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെ ഓൺലൈനായിട്ട് Arduino ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത പ്രീവിയസ് കോഡാണ്. എൻ്റെ നേരത്തെ കോഡൊക്കെ എനിക്ക് ഈ ഒരു സൈഡിൽ എടുക്കാൻ പറ്റും. അത് ജസ്റ്റ് ഒന്നുകൂടി പ്രസ് ചെയ്താൽ താഴത്തേക്ക് പോകും. പിന്നെ ഇവിടെ ബോർഡ് മാനേജർ. ഓക്കെ, ഇത് എളുപ്പമാണ്, കാര്യം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് മാനേജറിൽ പോകണമെങ്കിൽ എന്തായിരുന്നു, സ്കെച്ചിൽ പോകണമായിരുന്നു. സ്കെച്ചിൽ പോയിട്ട് വേണമായിരുന്നു നമ്മൾ ബോർഡ് മാനേജറിലേക്ക് പോകാനായിട്ട്. ടൂൾസിൽ പോയിട്ട് വേണമായിരുന്നു തോന്നുന്നു ബോർഡ് മാനേജറിൽ പോകാനായിട്ട്. കണ്ടോ, മാനേജ് ലൈബ്രറി. അപ്പോൾ ലൈബ്രറിയിൽ പോകാം. ബോർഡ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ Arduino UNO കൊടുത്തിട്ട് ബോർഡ് മാനേജറിൽ പോകണമായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ബോർഡ് മാനേജർ ഉണ്ട്. നമുക്കിപ്പോൾ ESP വേണമെങ്കിൽ ESP 8266 എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബോർഡ് ഇതിൽ ഇൻസ്റ്റാൾഡ് ആണ്. എന്നാലും അത് അവിടെ കാണിക്കും. ഓക്കെ, ജസ്റ്റ് തൊട്ടടിയിൽ ലൈബ്രറി മാനേജർ. ഓക്കെ, ലൈബ്രറി മാനേജർ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ നേരത്തെ എങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്, ഈ സ്കെച്ചിൽ പോവും, ഇൻക്ലൂഡ് ലൈബ്രറി പോവും, മാനേജർ ലൈബ്രറി അത്ര പൊക്കോണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ലൈബ്രറി മാനേജർ എന്ന് അടിക്കുക, നമുക്ക് വേണ്ട ലൈബ്രറിയുടെ പേരടിക്കുക, നമുക്ക് വേണ്ട ലൈബ്രറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതടിക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക, അത്രേ ഉള്ളൂ ലൈബ്രറി മാനേജറിൻ്റെ പരിപാടി. പിന്നെ സെർച്ച്, ഈ ഓപ്ഷൻ ഞാൻ ട്രൈ നോക്കിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഈ കോഡിൽ സെർച്ച് ചെയ്യാനായിരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് എന്താ LED നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ കൊള്ളാം. എന്താണെന്ന് വെച്ചാൽ എന്താ
blink.ino blink.text അതിൽ ഇപ്പൊ LED എന്ന് പറഞ്ഞ് ഞാൻ എവിടേക്കാണ് എഴുതിയിരിക്കുന്നത് അതൊക്കെ അവിടെ വരും. ഇത് ശരിക്കും നല്ലൊരു ഫീച്ചറാണ്. ഓക്കെ, നമ്മളിപ്പം LED built in എന്നുള്ളത് കൊടുത്തു. ഇപ്പം LED built in എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്ത് റീപ്ലേസ് ചെയ്തിട്ട് എനിക്ക് 12 ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് 12 കൊടുത്ത് 11 കൊടുത്തിട്ട് ഇത് ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ, അത് മൊത്തം 11ആയി. ഓക്കെ, അത് നല്ലൊരു ഫീച്ചറാണ്. ഇത് നോർമലി എല്ലാ ടെക്സ്റ്റ് എഡിറ്ററിലും ഉള്ളതാണ്. എന്നാൽ പോലും ഈ പറഞ്ഞ Arduino IDE ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഫീച്ചറാണ്. ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ രസമായിട്ടുണ്ട് ഈ IDE. കാര്യം നമുക്ക് പഠിക്കാനാണെങ്കിലും കുറച്ചുകൂടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഫീച്ചറൊക്കെ ആയിട്ട് കിടിലനായിട്ടാണ് Arduino IDE വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അഡ്വാൻസിൽ പോയിട്ട് അല്ലെങ്കിൽ പ്രിഫറൻസ് ഉണ്ട്, പ്രിഫറൻസിൽ തീംസ് ഉണ്ടോ എന്ന് നോക്കാം. പ്രിഫറൻസിൽ തീംസ് വേറെ ഉണ്ട്. നമുക്ക് ഏതൊക്കെ തീമുണ്ട്? ഡാർക്കിൻ്റെ വേറൊരു വേർഷൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഓക്കെ, ഹൈ കോൺട്രാസ്റ്റ് ഉണ്ട്, Arduinoയുടെ ഡാർക്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യൂ കാണുമ്പോൾ എനിക്ക് Arduino IoT ക്ലൗഡ് അല്ലെങ്കിൽ Arduinoയുടെ ക്ലൗഡ് സിസ്റ്റത്തെ പറ്റി എനിക്ക് ഓർമ്മ. എനിക്കിഷ്ടം ഈ ഒരു ഡാർക്കാണ്, അതുകൊണ്ട് ഞാൻ ഡാർക്ക് ഇട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് എവിടെയാണെന്നൊക്കെ കാണാൻ പറ്റും, അതിനവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ എന്താ, എവിടെയാണ് സ്കെച്ചിൻ്റെ ലൊക്കേഷൻ വരേണ്ടത് നമുക്ക് കൊടുക്കാൻ പറ്റും. അഡീഷണൽ ആയിട്ട് URLs വല്ലതും വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് Arduino IDEയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ. Arduino 2.0 ഒരു കിടിലനാണ്. നിങ്ങൾ നേരത്തെ ചെയ്ത പോലൊന്നുമല്ല, കുറച്ചുകൂടി രസകരമാണ്, നമുക്ക് ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും Arduino 2.0യിലേക്ക് മാറുക. പിന്നെ ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ VS കോഡാണ് നോർമലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അത് തന്നെ ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷേ എനിക്ക് ഈ VS കോഡിൽ Arduino 2.0 കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പഴയ Arduinoയുടെ IDE തന്നെയാണ് VS കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ VS കോഡ് ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ Arduino 2.0യിലേക്ക് മാറിയാലും ആ പഴയ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാതിരിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ Arduino IDEയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ Arduino IDEയെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നല്ലൊരു എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.